എന്തിനാണ് ഇപ്പോ ചില നന്മകൾക്ക് അള്ളാഹു കൂടുതൽ കൂലി തരുന്നത്? എന്താ അതിന്റെ താല്പര്യം? 1-ന് 10, 1-ന് 70, 1-ന് 700, 1-ന് 7000, 1-ന് 500, 1-ന് 700. എന്തിനാണ് അള്ളാഹു ഇത് തരുന്നത്? നൈസാബൂരി ഇമാം അതിന് മറുപടി പറയണതേ, ആഖിറത്തിലെത്തിയാല് ചില ആൾക്കാർ കുടുങ്ങും. അവരാണെങ്കിൽ പരമാവധി അള്ളാഹുവിനോട് നന്നാവാൻ ശ്രമിച്ചിട്ടുണ്ട്, അവസാന കാലത്ത് തൗബയൊക്കെ ചെയ്ത് നന്നായിട്ടുണ്ട്. എന്നാലും പണ്ട് കുറെ കുരുത്തക്കേട് കളിച്ചിട്ടുണ്ടോ? SSLC പഠിക്കുന്ന കാലത്ത് ഇബ്രാഹിം ഖാന്റെ കടയിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങ പൊക്കിയിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ആരോട് പൊരുത്തപ്പിടിക്കാൻ? പരമാവധി പൊരുത്തപ്പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്രാഹിം മരിച്ചുപോയി, അനന്തരാവകാശികളില്ല. എല്ലാ സാധ്യമായ രീതി മൂപ്പര് ഇടപെട്ടിട്ടുണ്ടെങ്കിലും എന്നാലും ചില പ്രശ്നങ്ങൾ മൂപ്പര് മഹ്ശറിൽ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ ആഖിറത്തിലെത്തിയാൽ ഇവർക്കെതിരെ വാദിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വരും. എന്താണ് കാര്യം? നീ എന്തിനാ വന്ന? എന്താ റീബത്ത് പറഞ്ഞിട്ടുണ്ടെന്നില്ല, ഇത് നിനക്കെന്താ വേണ്ടത്? ഇപ്പൊ മൂപ്പര് സുബ്ഹാനല്ലാഹിന്റെ കൂലിയാണ്. എന്നാ കൂലി സുബ്ഹാനല്ലാഹിന്റെ കൂലി റമദാനിൽ ചൊല്ലിയാൽ 1000 അതിന്റെ കൂലി. ഇയാൾക്കാണെങ്കിൽ 1000 കൊടുത്തിരുന്നെന്ന് അറിയില്ല. ഇയാൾക്ക് ഈ സുബ്ഹാനല്ലാഹിന്റെ ഒരു കൂലി കൊടുക്കും 999 സേവ് ചെയ്തിട്ടുണ്ട്. റമദാൻ അല്ലാത്ത കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്